മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDFന് വിജയം ഉറപ്പാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് PV അൻവർ. AKG സെന്റർ ഉദ്ഘാടനത്തിൽ പിണറായിയുടേത് കുടുംബാധിപത്യമെന്ന് വിമർശനം. വീണ വിജയനെതിരായ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും അതീവ ഗുരുതരമാണെന്നും PV. വീണ വിജയനെതിരായ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും അതീവ ഗുരുതരമാണെന്നും VD സതീശൻ. വർഷം തോറും ലൈസൻസ് പുതുക്കുമ്പോൾ അടയ്ക്കേണ്ടി വരുന്ന തൊഴിൽ നികുതി സർക്കാർ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ജമ്മു കാശ്മീരിലെ പഹൽഗമിൽ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് അനുശോചനം രേഖപ്പെടുത്തി. ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. പോരൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ സമ്പൂർണ്ണ മെൻസ്ട്രൽ കപ്പ് വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP സക്കീന ടീച്ചർ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയം ഉറപ്പാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് PV അൻവർ. AKG സെന്റർ ഉദ്ഘാടനത്തിൽ പിണറായിയുടേത് കുടുംബാധിപത്യമെന്ന് വിമർശനം. വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും പിണറായി വിജയന്റെ ഭരണത്തെ തോൽപ്പിക്കുവാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമെന്നും PV അൻവർ പറഞ്ഞു. നിലമ്പൂരിൽ പിണറായിസം അവസാനിക്കണം. അത് കേരളത്തിലെ 140 മണ്ഡലങ്ങളെയും ബാധിക്കുന്ന ജനവികാരമായി മാറണം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ രാജിവെച്ചത്. എനിക്ക് എന്തിനാ രാജിവെക്കേണ്ട കാര്യം? ഞാൻ എന്റെ എല്ലാ അഭിമാനവും എടുത്തെറിഞ്ഞിട്ടാണ് ഈ പിണറായിസത്തിനെതിരെ MLA സ്ഥാനം രാജിവെച്ച് ഈ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു അഭിമാനമില്ല. ഇത് കേരളത്തിലെ ജനങ്ങളുടെ അഭിമാന പ്രശ്നമാണ്. ആ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ, കേരളീയരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ, മലയാളിയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ആ സമരത്തിന്റെ മുന്നിൽ, ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഒറ്റക്കെട്ടായി ഞാനും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഉണ്ടാകും. ആ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം വരെ ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഗോതയിൽ 1ാം നമ്പറായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഉണ്ടാവും. UDFലെ എല്ലാ ഘടകകക്ഷികളെയും സന്ദർശിക്കുന്നത് മര്യാദയാണെന്നും അടുത്ത 2 ദിവസത്തിനകം അവരെ കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം AKG സെന്റർ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ രംഗത്തെത്തി. CPIM ജനറൽ സെക്രട്ടറി MA ബേബിയെ കാഴ്ചക്കാരനാക്കി പിണറായി വിജയൻ സ്വന്തം കുടുംബാധിപത്യമാണ് അവിടെ കാണിച്ചത്. സംസ്ഥാന സെക്രട്ടറിയെ പോലും അകറ്റി നിർത്തിയത് ഇടതുപക്ഷ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിന്, അതും തന്നെ കേരളത്തിലെ ഒരു ആസ്ഥാന കേന്ദ്രത്തിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് അനുവാദം കൊടുക്കുന്നു. കോൺഗ്രസ് നേതാക്കന്മാർ തിരക്കിയ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച്. അത് സ്വാഭാവികമായും കോൺഗ്രസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസ് ഒരു ലൂസിലെ ഷർട്ടാണ്. അതിൽ ഇങ്ങനെ പലതും കണ്ടിട്ടുള്ളതാണ്, ഇപ്പോഴുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആയ MA ബേബി ആ ആയിരക്കണക്കിന് സഖാക്കളുടെ കൂട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായി, നിസ്സഹായനായി, സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഒരു മടിയും ഒരു ഉളുപ്പുമില്ലാതെ ഈ കുടുംബാധിപത്യത്തിന്റെ നായകൻ ആ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് എത്ര വേദനയോടുകൂടിയായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന പാവപ്പെട്ട സഖാക്കൾ കണ്ടിട്ടുണ്ടാവുക? അതെന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്തത്? അതിന്ന് ചർച്ചയല്ലല്ലോ. അത് ഏറ്റവും വലിയ ചർച്ചയാക്കേണ്ട വിഷയമല്ലേ? വീണ വിജയനെതിരായ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും അതീവ ഗുരുതരമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതൊരു ഗുരുതരമായ ആരോപണമാണ്. കാരണം അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത് ഞങ്ങളാരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല, പ്രതിപക്ഷ പാർട്ടികൾ ആരും ഉന്നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമല്ല. ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ
ഒരു കേസ് CMRL ഒരു കേസ് പരിശോധിച്ചു വന്നപ്പോൾ വെളിവായ ഒരു വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവര് ഗവൺമെന്റ് ലെവലിൽ ഈ ചെയ്ത ഒരു സംഭവം മാത്രമാണ്. അത് ഇതിനകത്ത് ഏറ്റവും പ്രധാന പോയിന്റ് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷേ കമ്പനിയുടെ ആളുകൾ കൊടുത്തിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെയാണ് ഈ പണം കൈമാറിയിട്ടുള്ളത്. ഒരു സർവീസും കൊടുക്കാതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മണി ലോണ്ടറിങ് ആണ്. അത് PML ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ്. അപ്പൊ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടത്. വീണ വിജയനെതിരായ ആരോപണം വളരെ ഗൗരവതരമാണ്. ഇതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമല്ല. CMRL കമ്പനിയിൽ നിന്നും വീണ വിജയന്റെ കമ്പനിക്ക് പണം നൽകിയത് സേവനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. എന്നാൽ എന്ത് സേവനമാണ് നൽകിയതെന്ന് വ്യക്തമാക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരുവാൻ അർഹതയില്ല, VD സതീശൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെയും VD സതീശൻ വിമർശനം ഉന്നയിച്ചു. രാജീവ് ചന്ദ്രശേഖറിന് മലയാളം അറിയില്ലെന്നും കേരളത്തെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത രാജീവ് ചന്ദ്രശേഖർ കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് മലയാളം അറിയില്ല. കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ധാരണയില്ല, VD സതീശൻ പറഞ്ഞു. നമ്മളൊരു വിഷയം ഉണ്ടാവും, ഇതുപോലത്തെ കാശ്മീർ സ്ഫോടനം ഉണ്ടാവുമ്പോൾ രാജ്യസ്നേഹമുള്ളവരെല്ലാവരും, നിങ്ങളും ഞാനും അടക്കം ചിന്തിക്കുന്നുണ്ട്, ദൈവമേ ഇതിന്റെ പേരിൽ ഇനി വീണ്ടും ഒരു കലാപമൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കരുത്, അല്ലെ? ഒരു കുഴപ്പം ഉണ്ടാകരുത്. അതല്ലേ നമ്മൾ പറഞ്ഞല്ലോ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഇത്. കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പോലും നമ്മൾ ആരും തയ്യാറായില്ല. നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള ഭീഷണിയാണ്, നമ്മുടെ നെഞ്ചിലാണ് വെടിയുണ്ട നിറച്ചിരിക്കുന്നത് എന്ന് ദേശസ്നേഹത്തോടു കൂടിയാണ് ആ വാക്ക് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് ഇത് നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. നിങ്ങൾ ചോദിക്കണ ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല. വായി തോന്നിയതിൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല. പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം ഇന്നലെ നടത്തി. ഞാനത് ഇഗ്നോർ ചെയ്തു. അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, പാവണം. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവാദ സർക്കുലറിനെതിരെയും VD സതീശൻ വിമർശനം ഉന്നയിച്ചു. ബുദ്ധിയുള്ളവർ ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കില്ലെന്നും ഉത്തരവ് പുറത്തിറക്കിയവർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലെന്നും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ രീതി ഞങ്ങൾ കുറെ നാളുകളായി അവലംബിക്കുന്നുണ്ട്. ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചാൽ ഇന്ന് രാത്രി, നാളെ പ്രഖ്യാപിച്ചാൽ നാളെ രാത്രി നമുക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അതിനുള്ള പ്രാഥമികമായ ചർച്ചകൾ നേതൃത്വം നടത്തിയിട്ടുണ്ട്. വർഷം തോറും ലൈസൻസ് പുതുക്കുമ്പോൾ അടയ്ക്കേണ്ടി വരുന്ന തൊഴിൽ നികുതി സർക്കാർ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി M കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകണമെന്ന് സംസ്ഥാന കമ്മിറ്റിയോട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് P മേനോൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി സിബി വയലിൽ, ആരിഫ് കരുവാരക്കുണ്ട്, ഹംസ സുബ്ഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം ട്രഷറർ ജോയ് വയലിൽ സ്വാഗതവും മമ്പാട് യൂണിറ്റ് പ്രസിഡന്റ് മുസദ്ദിഖ് നന്ദിയും പറഞ്ഞു. ജമ്മു കാശ്മീരിലെ പഹൽഗമിൽ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് അനുശോചനം രേഖപ്പെടുത്തി. ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു. വെടിവെച്ചുകൊണ്ട് തീവ്രവാദികൾ ഇന്നലെ രാജ്യത്തിന് ഒരു കറുത്ത ദിനമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഈ ദിനം അല്ലെങ്കിൽ ഈ തീവ്രവാദം എന്ന് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് എന്ന് നിർത്തും, എന്താണ് തീവ്രവാദികൾക്ക് ഇതുകൊണ്ടുള്ള ഗുണം, ഇതൊന്നും മനസ്സിലാക്കാതെ രാജ്യത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ പൗരന്മാർക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന മറ്റു പൗരന്മാർക്കോ ഉള്ള ഒരു യാതൊരുവിധ സുരക്ഷാ സൗകര്യങ്ങളും ഒരുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി AP അർജുൻ, മുനിസിപ്പൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് യൂസഫ് കാളിമഠത്തിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ ഷിജോ മുത്തേടം,
പ്രവീഷ് അമരമ്പലം, ജിതേഷ് പുതിയക്കളം, ജിബിൻ കവളമുക്കട്ട, പർവീസ്, സലീം മുക്കട്ട, വിഷ്ണു, മണ്ഡലം പ്രസിഡന്റ് രാഹുൽ കെ, മുനിസിപ്പൽ സെക്രട്ടറി രാഹുൽ പാണക്കാടൻ എന്നിവർ സംസാരിച്ചു. കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചും മരണപ്പെട്ടവർക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ടും SDPI നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചന്തക്കുന്നിൽ വെച്ച് കാൻഡിൽ മാർച്ച് സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് M, സെക്രട്ടറി അബൂബക്കർ പനക്കത്തൊടിക എന്നിവർ നേതൃത്വം നൽകി. പോരൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ സമ്പൂർണ്ണ മെൻസ്ട്രൽ കപ്പ് വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP സഖീന ടീച്ചർ നിർവഹിച്ചു. 2022-23 കാലയളവിലാണ് ആദ്യമായി പദ്ധതി നമ്മൾ കൊണ്ടുവരുന്നത്. പരിസര ശുചിത്വവും ശാരീരിക ശുചിത്വവും എത്രത്തോളം റിലേറ്റഡ് ആണ് എന്നുള്ളതിനെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു പദ്ധതി കൊണ്ട് എന്തുകൊണ്ടും സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു സ്ത്രീ അമ്മയാകുന്നതിന് മുമ്പ് അതിനുള്ള ടെൻഡൻസി കാണിക്കുന്ന ഒരു തെളിവാണ് ഒരു സ്ത്രീയുടെ മെൻസസ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് അവൾ ശുചിത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആദ്യകാലങ്ങളിൽ പാഡുകളായിരുന്നു. പിന്നീട് അത് മെൻസ്ട്രൽ കപ്പിലേക്ക് വഴിമാറി. ഇന്ന് ഭൂരിഭാഗം സ്ത്രീകളും ഉപയോഗിക്കുന്നത് മെൻസ്ട്രൽ കപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ദോഷഫലങ്ങളും ഗുണങ്ങളും അതിന്റെ സൈഡ് എഫക്റ്റുകളും ഒക്കെ നമുക്ക് ഇത് തരുമ്പോൾ ഇവിടുന്ന് വരുന്ന സിസ്റ്റർമാരൊക്കെ ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ ഇന്ന് പലരും ഇപ്പോഴും അതിന്റെ ആശങ്കകൾ, കുറച്ചു പേരിലെങ്കിലും അതിന്റെ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പോരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V റാഷിദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ശങ്കരനാരായണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഭാഗ്യലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ K ഗിരീഷ് ബാബു, P അൻവർ, സഫ റംസി T, സുലൈഖ P, ഗീത C, മെഡിക്കൽ ഓഫീസർ ജയകൃഷ്ണൻ, ഡോക്ടർ ജുഹൈന, LHI കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ഏപ്രിൽ 23 ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് സാർക്ക് വായനശാലയുടെ നേതൃത്വത്തിൽ പ്രശസ്ത എഴുത്തുകാരി KR മീരയുടെ ആരാച്ചർ എന്ന നോവലിനെ ആസ്പദമാക്കി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം NN സുരേന്ദ്രൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. വായനശാല ജോയിന്റ് സെക്രട്ടറി TP ഉണ്ണികൃഷ്ണൻ പുസ്തക അവതരണം നടത്തി. വാർഡ് കൌൺസിലർ രവീന്ദ്രൻ ആശംസകൾ അറിയിച്ചു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളും വായനശാല മെമ്പർമാരും പുസ്തക ചർച്ചയിൽ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം RP സുബ്രഹ്മണ്യൻ നന്ദി പറഞ്ഞു. നിലമ്പൂർ നഗരസഭ കുടുംബശ്രീ മോഡൽ CDS പൊതുസഭ ഇന്ന് നടന്നു. CDS ചെയർപേഴ്സൺ വസന്ത അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ സ്വാഗതം പറഞ്ഞു. റിപ്പോർട്ട് അവതരണം നടത്തി. പരിപാടിക്ക് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു. കൌൺസിലർ സ്വപ്ന ടീച്ചർ, സിറ്റി മിഷൻ മാനേജർ ശ്രീയേഷ് എന്നിവർ പങ്കെടുത്തു. ഉപസമിതി കൺവീനർമാർ അക്കൌണ്ടന്റ് സജന, NULM CO സജന, CDS മെമ്പർമാർ, ADS ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കൺവീനർ റൈഹാനത്ത് നന്ദി പറഞ്ഞു. വഴിക്കടവ് പുഞ്ചക്കൊല്ലി ആദിവാസി സമൂഹത്തിനായി നിലമ്പൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും ഭക്ഷണ വിതരണവും നടത്തി. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, ആംസ്റ്റർ മിംസ് ആശുപത്രി എന്നിവയുമായി ചേർന്നാണ് ക്യാമ്പ് നടത്തിയത്. സബ് ജഡ്ജ് M ഷാബിർ ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ റോട്ടറി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എല്ലാ പ്രോഗ്രാമുകളും വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 മാസം മുമ്പ് തന്നെ നമ്മൾ മാഞ്ചേരി കോളനി പ്രോഗ്രാം നടത്തിയിരുന്നു. വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ നടത്തി. അടുത്ത പ്രോഗ്രാമാണ് നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പ്. അപ്പോൾ ഈ മെഡിക്കൽ മഞ്ചേരി ജില്ലാ നിയമന സേവന അതോറിറ്റിയും അതുപോലെ തന്നെ റോട്ടറി ക്ലബ് നിലമ്പൂരും സംയുക്തമായി നടത്തപ്പെടുന്ന ആസ്റ്റർ മിംസ് കോഴിക്കോടുമായി സഹകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ചെയ്യാം. DFO P കാർത്തിക് IFS, നിലമ്പൂർ റോട്ടറി ക്ലബ് സെക്രട്ടറി JF സാമുവൽ, ട്രഷറർ മുജീബ് റഹ്മാൻ, നരേന്ദ്രൻ, ഷാജി, ജുഹൈന സമദ്, ബ്ലസി, ഹസീന ഷാനവാസ്, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി അംഗം ഷീപ, ആസ്റ്റർ മിംസ് പ്രതിനിധി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. റോട്ടറി ക്ലബ് അംഗങ്ങൾ, ജില്ലാ ലീഗൽ അതോറിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സർവീസ് എബോവ് സെൽഫ് എന്ന പ്രമേയം ആധാരമാക്കി സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ പുതിയ മാതൃകയാകുന്ന ഇത്തരത്തിലുള്ള പദ്ധതികൾ
തുടർന്നും നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റ് അബ്ദുൽ സമദ് അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.